നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയത്താണ്. എനിക്ക് സാധാരണ ഒരു ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ മക്കൾ നെക്സ്റ്റ് ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഒരു 99% നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ദീപ്തി ശരിക്കും എഴുത്ത്, സംവിധാനം, ടെക്നിക്കൽ സൈഡിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾപൂൾ റിലീസാവുകയാണ്. എങ്ങനെയാണ് ഈ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തിയത്? ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ആർട്സ് ആൻഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പ്രായത്തിലൊന്നും ഒരു ബിലീവബിലിറ്റി ഇല്ലായിരുന്നു, നമുക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു. അപ്പം സിനിമ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എല്ലാ മലയാളികൾക്കും ഉള്ള പോലെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് ജോലിക്കായിട്ടൊക്കെ പോയി ഫാമിലിയായി സെറ്റിൽഡായി എല്ലാം കഴിഞ്ഞപ്പം എനിക്കും ടെക്നിക്കൽ സൈഡിനോട് ഒരു പേടിയുണ്ടായിരുന്നു ആദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പഠിച്ചു, കോഴ്സസ് പഠിച്ചു. അപ്പം കാരണം നമുക്ക് ഒരു ഫിലിം നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പം ടെക്നിക്കൽ ക്രൂവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ എഡിറ്റിങ്ങിലായാലും ലൈറ്റിങ്ങിലാണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചപ്പം ആ ഒരു പേടി അങ്ങ് മാറി. പിന്നെ എഴുതുമായിരുന്നു, കുഞ്ഞിലോട്ട് എഴുതുമായിരുന്നു. എൻ്റെ പപ്പ എഴുതും, അങ്ങനെ ഒരു സപ്പോർട്ടും ഒരു വാസനയൊക്കെ ദൈവം തന്നതായിരിക്കാം. അപ്പം അങ്ങനെ ഫിലിം സ്റ്റഡീസ് പഠിച്ചപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ വിഷൻ ആയിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പം നമ്മളൊരു സ്റ്റോറീനെ വിഷ്വലി നമ്മൾ വിഷൻ ചെയ്യുന്ന ഒരു എബിലിറ്റി ആണല്ലോ കൂടുതലായിട്ടും. പിന്നെ ഹോൾ പ്രോജക്റ്റ് മാനേജ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണല്ലോ. അപ്പം എൻ്റെ ജോലിയിലെല്ലാം ഞാൻ നഴ്സിങ്ങിന് ശേഷം ഞാൻ ലീഡർഷിപ്പ് ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തപ്പം അങ്ങനത്തെ കുറേ സ്കിൽസൊക്കെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഏൺ ചെയ്യാൻ സാധിച്ചപ്പം ഒരു റൈറ്റ് ടൈം വന്നപ്പം കോഴ്സ് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ചെയ്തത്. അതെ. ചേച്ചി മോള് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ പറഞ്ഞു, കാരണം എനിക്കൊരു പിങ്കി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ ഓസ്ട്രേലിയ സെറ്റിൽഡ് ആണ്. അപ്പം ദീപ്തി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ എന്തിനാ വെറുതെ തലവേദനയൊക്കെ ചെയ്യുന്നത്, നമുക്ക് അഭിനയിച്ചാൽ പോലെ, സിമ്പിൾ അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ബട്ട് സ്റ്റിൽ ശരി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നാളെ ഞാനൊരു ഷോർട്ട് മൂവി എടുക്കുക. ആയിക്കോട്ടെ, ചെയ്തോ, അവിടെ ആഗ്രഹമില്ല, ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അത്രയും ഇവിടെ വന്നതിന് ശേഷം കണ്ടതിന് ശേഷമാണ് ഇല്ല ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിയിൽ എനിക്ക് സങ്കടവും വന്ന് കണ്ടപ്പോൾ. തീർച്ചയായും മമ്മി പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഇവളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന് ജെയിംസ് ഇത്രയും ബഹളം കാണിക്കുന്നത് എന്ത് കാര്യത്തിനാന്നൊക്കെയുള്ള ഒരു എന്തിനാ ഇവർ ഇന്ത്യയിലോട്ട് വരുന്നേ, പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഞാൻ അവർക്കൊരു ഷോർട്ട് മൂവി എടുത്താൽ അവർക്ക് അത് അവിടെ ചെയ്താൽ പോരെ, എന്തിനാ ഇവളിപ്പോൾ ഇന്ത്യയിലോട്ട് വന്നിത് ചെയ്യാൻ വേണ്ടി വരുന്നു? ഇത് ഞാൻ ആലോചിക്കുന്ന അതാ. പിന്നെ ഞാൻ വരട്ടെ കാണാമല്ലോ, ആ പേര് പറഞ്ഞ്. വിഷ്വൽസ് മമ്മി കണ്ടപ്പോഴാണ് മമ്മിക്ക് മനസ്സിലാകുന്നതും മമ്മിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട്. പപ്പയും മമ്മിയും കരഞ്ഞു. പക്ഷെ നമ്മൾ വെറുതെ റോ ഫുട്ടേജ് കാണിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അവൈലബിൾ ആയി തുടങ്ങുന്നു, കാണുക. വളരെ ശരിക്കും ഞാൻ വെറുതെ ഇപ്പം ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന 1-2 പൊക്കി പറഞ്ഞേക്കാം എന്ന് പറയല്ല, മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത ഒരു ഷോർട്ട് മൂവിയാണ് കേട്ടോ. കാരണം നമ്മൾ പല ടെക്നിക്കൽ സൈഡിലുള്ള അഭിനയിച്ചേക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇത് കണ്ടിട്ട് ജോഷി സാറോ ഒക്കെ ആരൊക്കെയോ ഷെയ്ഖാൻ്റെ ഒക്കെ ചെയ്യാൻ ചേച്ചി ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഓക്കെ. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, പിന്നെ ചേച്ചിയുടെ മകള് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതങ്ങനെ ചെയ്യുള്ളൂ. അപ്പം ഞാനും അങ്ങനെ ഒരു ഇതിലാണ് ഇത് കാണുന്നിടം വരെ ഇരുന്നത്. കാരണം ഒരുപാട് ഷോർട്ട് മൂവീസ് നമ്മൾ കാണുന്നതല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഇരുന്ന് കണ്ടപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പണി അറിയാം, പണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തെന്നുള്ളൂ. ഈ ഒരു ഹോളിവുഡ് സിനിമയുടെ ഒക്കെ ഒരു കളർ പാറ്റേൺ പോലെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് ഓഫ് കോഴ്സ് അവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ടോൺ, ആ ഒരു പാലറ്റൊക്കെ ഡിസൈഡ് ചെയ്തത് ദീപ്തി തന്നെ ആയിരുന്നു. അതെ, ഒത്തിരി സന്തോഷം സുമേഷ്, നല്ല വാക്കുകൾക്ക്. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സമയം എടുത്ത് ഒരു 4 years സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിതിൽ സീരിയസ് ആയിട്ടൊരു അപ്രോച്ചിൽ തന്നെയാണ് ഒരു ഫിലിം എടുക്കുന്ന പോലെ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം എടുക്കുക എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഇതിൻ്റെ കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനൊരു വിഷ്വൽ ടോൺ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട്
2 പാലറ്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്തായിരുന്നു. ഞാൻ വാം പാലറ്റായിട്ടും കൂൾ പാലറ്റായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും കോസ്റ്റ്യൂമും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ നമ്മൾ തന്നെ ആയതുകൊണ്ട് അപ്പം അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഗ്യാഫർ അവിടെ DOP നമുക്കിവിടെ ഉണ്ട്. ഇപ്പം വന്ന് ഒത്തിരിയും ആ ഒരു റോൾ എത്രമാത്രം പ്രോമിനൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസിൽ എനിക്കറിയില്ല. അവിടെ നമുക്ക് ഒരു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അവരുടെ ടീം ഒരു ഗ്യാഫർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് റോളുണ്ടല്ലോ, അവരാണ് അവർക്ക് നമ്മൾ ലൈറ്റിംഗ് പ്ലാൻ ഷെയർ ചെയ്യും. അപ്പം ഞാൻ ആ ലൈറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നാ മൂഡാണ് ഫീലാണ് വേണ്ടതെന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ അവർ ഓൺ ദ സെറ്റിൽ കൊളാബറേറ്റീവ് ഡിസ്കഷൻസിൽ നമ്മൾ പറയുന്ന മൂഡിലോട്ട് അവരത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് അതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജോഷി സാറിനെയൊക്കെ കണ്ടപ്പം ജോഷി സാറൊക്കെ ഇതൊരു ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള ഫിലിമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ സിബി സാറ്, ഒത്തിരി പേര് നമ്മളിപ്പം എന്നാ പറയുന്നത്, ഉഷ ഉതുപ്പ് ദീദി കണ്ടിട്ടുണ്ടായിരുന്നു, ദീദിക്ക് ഇഷ്ടപ്പെട്ടു. അനുരാഗ് കശ്യപ് സാറ് ഭയങ്കര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അവിടെ ഓസ്ട്രേലിയയിലുള്ള ഹോളിവുഡ് പ്രൊഡ്യൂസറാണ് ഡ്രസ് മേക്കർ എന്ന് പറഞ്ഞ ഫിലിം ചെയ്ത സൂ മാസ്ലിൻ. അപ്പോൾ പുള്ളിക്കാരിയും പറഞ്ഞത് ഫിലിം കണ്ടിട്ട് ദ ഫിലിം ഷോസ് എ ഹൈ ലെവൽ ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഡ്രാമ എന്നായിരുന്നു. അതുകൂടെ സാഷ ഹേഡൻ എന്ന് പറഞ്ഞ വേറൊരു ഡയറക്ടറോട് പുള്ളിക്കാരി നല്ല വാക്കുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ ആദ്യമേ എടുത്തതൊരു വെരി ഹംബിൾ ഫിലിം എന്നുള്ള എടുത്ത് നോക്കാം, ലൈക്ക് ബിഫോർ യു ഗോ ഇൻ ടു എ ഫീച്ചർ ലെറ്റ്സ് ട്രൈ ടു ഡു എ ഷോർട്ട് ഫിലിം എന്നുള്ളതായിരുന്നു ആദ്യം. അതിന് ഇത്രയും മാത്രം ഒരു സപ്പോർട്ടും നല്ല വാക്കുകളും ഒക്കെ ഒത്തിരി പേരുടെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളിവിടെ ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നപ്പം എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യമാണ്, ലിജു പ്രഭാകറാണ് നമ്മുടെ 3 times സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, കളർ ചെയ്തത്. ഇവിടെയാണ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്തത്. അപ്പോൾ ലിജു ഞാനും കൂടെ അതിൻ്റെ പാലറ്റ്സ് ഡിസ്കസ് ചെയ്ത് ആ ഒരു ടോണിലോട്ട് ലിജുവിൻ്റെ ആ ഒരു എക്സ്പെർട്ടീസും കൂടെ വന്നപ്പോഴാണ് നമ്മുടെ വിഷനിലോട്ടുള്ളൊരു 100% ആയിട്ടൊരു അച്ചീവ്മെൻറ്റ് വന്നത്. അപ്പോൾ ആ സമയത്ത് ലിജു മറ്റുള്ളവരൊക്കെയാണ് ഒരു പ്രിവ്യൂ വെക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമ്മളോട് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു പ്രിവ്യൂ വെക്കുന്നു. നമ്മുടെ സിബി സാറ് വരുന്നു പ്രിവ്യൂവിന്. സിബി സാറ് ഒത്തിരി നല്ല വാക്കുകൾ, പ്രതീക്ഷകൾക്കപ്പുറമാണ്, ഹോളിവുഡ് ഫിലിം പോലെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ പത്മകുമാർ സാറുണ്ടായിരുന്നു, സലാം ബാപ്പു, അഭിലാഷ് പിള്ള, അനീഷ് അൻവർ, അങ്ങനെ ഒത്തിരി പേര് അന്ന് വന്ന് കുറേ നമുക്ക് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കണ്ടിട്ട് ഓണസ്റ്റ് ഫീഡ്ബാക്കിനാണ് നമ്മൾ കാണിച്ചത്. വളരെ ചെറിയൊരു ഗ്രൂപ്പിനെയാണ് കാണിച്ചത്. അത് ഇത്തിരി ഒരു 1-2 വർഷമായി. ഇപ്പം നമ്മളിത് ഒരു വർഷം മുന്നേ നമ്മളത് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ നല്ല വാക്കുകളും സപ്പോർട്ടും കിട്ടിയപ്പം നമുക്കൊരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിട്ട് അത് മാറി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എഫേർട്ടിനെല്ലാം ഇതുപോലെ നിങ്ങളെപ്പോലുള്ളവരും മറ്റുള്ളവരൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഓക്കെ ഇനി നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ എത്തിയോ എന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒത്തിരി സന്തോഷം. അല്ല, ഇതിൻ്റെ ഒരു കാര്യം അറിഞ്ഞ് നമ്മൾ കൊൽക്കത്ത ഫിലിം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് പോയപ്പം അവിടെ ഈ മൂവി ഭയങ്കരമായിട്ട് അവിടെ ശ്രദ്ധ പിടിച്ച് പറ്റിയായിരുന്നു. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ തിയേറ്റർ വലിയ തിയേറ്ററാണ്, ഫുൾ ആളായിരുന്നു അവിടെ. ഈ നമ്മുടെ ഷോർട്ട് മൂവിക്ക് അതൊരു 2 പ്രാവശ്യം അവിടെ ഷോ ഉണ്ടായിരുന്നു, 2 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേർഡ് സ്പ്രെഡായിട്ട് അവിടുത്തെ കൾച്ചറൽ സൊസൈറ്റി ഗ്രൂപ്പ്, ഈ ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സ്, മീഡിയ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് പ്രസ് കോൺഫറൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് ചെയ്തു അവിടെ. ഐ തിങ്ക് കൊൽക്കത്ത അവർ ആർട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷേ അവരുടെ ഒരു വാംത്തും ഇതും ഭയങ്കരമായിരുന്നു. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഒരു ഫിലിം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ റൗട്ടെന്നൊന്നും ചിന്തിച്ച് ചെയ്തൊരു കാര്യമില്ല. ആഗ്രഹമുള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ ഉണ്ട്. അന്നേരം നമുക്ക് കൊൽക്കത്തയിലെ ഒഫീഷ്യൽ സെലക്ഷനും കിട്ടിയായിരുന്നു. അതുകൂടാതെ നമുക്ക് നോട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിലെ ബെസ്റ്റ് ഡിറക്ഷനിൽ ഫൈനലിസ്റ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ആസ് എ ബിഗിനർ ഇറ്റ് മീൻസ് എ ലോട്ട്.